ലഹരിമുക്ത കേരളത്തിനായി യുവജനത മുന്നിട്ടിറങ്ങണമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. യുവതയെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നതിലൂടെ ഒരു സമൂഹത്തെയും അതുവഴി രാജ്യത്തെയും നശിപ്പിക്കാനാവുമെന്നും ഇക്കാര്യത്തിൽ സമൂഹം ജാഗരൂകരാവണമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ സമാപനം കോട്ടമൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആരോഗ്യം, സന്തോഷം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ഒളിമ്പിക് സന്ദേശം ഉൾക്കൊണ്ട് ലഹരി ഉപയോഗത്തിനെതിരായ പോരാട്ടത്തിന് എല്ലാവരും അണിനിരക്കണം. ജാതിമത ചിന്ത കൂടാതെ മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ലിംഗവ്യത്യാസമില്ലാതെയും സാമ്പത്തികമായ വേർതിരിവില്ലാതെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിന് എല്ലാവരും പരിശ്രമിക്കണം. ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരിലേറെയും ലഹരിയുടെ അടിമകളാണെന്ന വസ്തുത സമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജാതിമത ചിന്ത കൂടാതെ മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ലിംഗവ്യത്യാസമില്ലാതെയും സാമ്പത്തികമായ വേർതിരിവില്ലാതെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം വളർത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ പങ്കാളിത്തമുണ്ട്. മയക്കുമരുന്ന് സമൂഹ വിപത്തായി മാറുന്ന സാഹചര്യം ആഗോളതലത്തിന് നിലവിലുണ്ട്. ലഹരി ഉപയോഗിക്കാത്ത വളരെ ഗൗരവത്തോടെയാണ് നാം. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും കോട്ടമൈതാനം വരെ നടന്ന ദീപശിഖ റാലി വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പ്യൻ ടിൻറ്റു ലൂക്ക ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകി. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി 3000-ഓളം പേരാണ് റാലിയിൽ അണിനിരന്നത്. കോട്ടമൈതാനത്ത് നടന്ന സമാപന പരിപാടിയിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KC പ്രീത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K സുനിൽകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിൻസ് ബാബു, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് C ഹരിദാസ്, ഒളിമ്പിക് വേവ് ജില്ലാ കൺവീനർ മുഹമ്മദ് കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് സ്വാഗതവും സെക്രട്ടറി E ബൈജു നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.